അസ്സലാമു നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ, നമ്മളെപ്പോഴും എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ പോകുള്ളൂ? ട്രെയിനിനെ പോകുന്നു. അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് അതിമനോഹരമായ 2900 സ്ക്വയർ ഫീറ്റിന്റെ അതിമനോഹരമായ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. വണ്ടികൾക്ക്, വലിയ വണ്ടികൾക്കൊക്കെ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും, അതേ നമ്മുടെ ഇന്റർലോക്ക് അല്ലെ കട്ട നല്ല ഉസാറായിട്ട് നല്ല വീതി വലുപ്പമുള്ള നല്ല അടിപൊളി ഫ്രണ്ട് ഭാഗത്ത് നല്ല പിരിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി നല്ല ഉസാറാക്കിയ നല്ലൊരു വണ്ടികൾക്കൊക്കെ ഒരു 3-4 വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട്. വിശാലമായ നല്ല സൗകര്യത്തിൽ തന്നെ വീടിന്റെ നിൽക്കുന്നത്. 2900 സ്ക്വയർ ഫീറ്റിന്റെ ഉൾഭാഗത്തേക്ക് ിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം, നമ്മൾക്ക് നേരെ റോഡിൽ നിന്ന് നേരെ നമുക്ക് വണ്ടി കുത്തിത്തിരിക്കൊന്നും വേണ്ട, നല്ല ഉസാറായിട്ട് നമ്മൾക്ക് കാർ ഫോർച്ച് വലതു ഭാഗത്ത് കാർ ഫോർച്ച് ഉണ്ട്. വീട് കൂടുതൽ പഴക്കമില്ലാത്ത നല്ല സൂപ്പർ വീടാണ്. ഇതിന്റെ വർക്ക് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ചുമരുകളൊക്കെ നല്ല അടിപൊളി പൊട്ടിയിട്ട് നല്ല മോഡലാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ തടി മോഡലാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു മോഡൽ തടി മോഡലാണ് ഇതിന്റെ മാർബോണേറ്റ് ഇട്ടുള്ളത്. ഒരു വിശാലമായ നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. കാരണം ഞാൻ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഓഫീസ് റൂം, അതേമാതിരി നമുക്ക് ഓഫീസ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് TV സെപ്പറേറ്റ് ആയിട്ട് ഈ വീടിന്റെ ഉൾഭാഗത്ത് തന്നെ കയറി വരുമ്പോൾ തന്നെ ഇടത് ഭാഗത്ത് കണ്ടോ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നമുക്കൊരു സോഫ ഇട്ട് നല്ലൊരു AC ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മുകളിൽ ഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചോളി. ഫുൾ സീലിംഗ് ചെയ്ത് നല്ലൊരു ഇപ്പോഴത്തെ ഒരു പുതിയൊരു മോഡൽ തന്നെ നമുക്ക് വീട് പറയാം. നല്ല അടിപൊളി ഇപ്പോഴത്തെ തലമുറയുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ നല്ലൊരു വീട് തന്നെ നമുക്ക് പറയാം. നല്ല സൂപ്പറായിട്ട് വലിപ്പം കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് പ്ലെയിൻ മോഡലാണ്, മാർബിളായിട്ട് അല്ലേ, നല്ല സൂപ്പർ മാർബിളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കട്ടിലൊക്കെ അതിന്റെ മെറ്റീരിയൽ ശ്രദ്ധിച്ചോളൂ. കട്ടിലൊക്കെ ഫുൾ ഇരുമ്പിലാണ്. ഇതൊക്കെ മുള്ളൊക്കെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് തടിയാണ്, ഇത് തടിയിലൂടെയാണ്. കാരണം ഡിസൈൻ മോഡലാണ് ഇതിന്റെ ഡോർ തന്നെ വരുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി മോഡൽ വരുന്ന ഒരു ഡോറ് തന്നെയാണ്. ഇതിനുള്ളിലേക്ക് ലിവിംഗ് ഹാളിലേക്ക് തന്നെ കയറുമ്പോൾ തന്നെ വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാൻ നമുക്ക് ഈ ഫർണിച്ചർ അടക്കം ഇങ്ങനെ കൊടുക്കാം. നമുക്ക് മുകളിലേക്കൊക്കെ തടിന്റെ ആണ് ഇതിന്റെ മുകൾ ഭാഗത്തേക്കുള്ള നമ്മളെ സ്റ്റെയർ കേസിന്റെ സൈഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല തടി മോഡൽ തന്നെയാണ്. അടി ഇത് മരം തന്നെയാണ്. അത് ശരിക്കും ഫുഡ് അല്ലേ, ഫുഡ് തന്നെയാണ്. എല്ലാം മുകൾ ഭാഗം വരെ നല്ല ഉസാറാക്കി. നമുക്ക് സോഫന്റെ എന്നൊക്കെ പറ്റ ക്വാളിറ്റി കുറഞ്ഞ സോഫന്റെ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി വില വരുന്ന ഒരു സോഫയും കൂടിയാണ്. അങ്ങനെ ഫർണിച്ചർ അടക്കം. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ ആടിങ്ങനെ ഉസാറായിട്ട് ഇവിടെ തന്നെ നമ്മൾ ഹാളില് ഇരുന്ന് നമുക്ക് ഇങ്ങനെ ആടാൻ പറ്റും. നല്ല രണ്ടാക്ക് ഉസാറായിട്ട് ഇരുന്ന് ആടി പത്രം വായിക്കാനും. ഹാള് ഭക്ഷണം കഴിക്കുന്ന തൊട്ടുപുറത്ത് തന്നെ നമുക്ക് കാണാം വാഷ്വേസ്, കൈ കഴിക്കുന്ന സൗകര്യം. പിന്നെ ഇവിടെ ഒരു വാഷ്വേസിന്റെ പ്രത്യേകത ഒരു പറയാൻ തന്നെ ഇവിടെ തടി മോഡലാണ്. വെള്ളം ചാടി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് എടുത്തറിയാത്ത രൂപത്തിൽ നല്ല മോഡലാണ് ഇതിന്റെ വാഷ്വേസ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു നമുക്ക് ഡൈനിങ് ഹാളിൽ കണ്ടു. ഒക്കെ എല്ലാം ശ്രദ്ധിച്ചോളിട്ടാണ്. നമ്മളെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തൊക്കെ സെൻറ്റർ ഭാഗത്ത് ഫാന് കൊടുത്ത് നല്ല ഡിസൈൻ മോഡൽ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഇത് എന്താ പറയാ, നല്ല അത്യാവശ്യം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിലമ്പൂരിൽ നിന്നൊക്കെ അങ്ങാടിയിൽ നിന്നൊക്കെ കുറഞ്ഞ ഏകദേശം ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം എത്ര ഉണ്ടാവും? ആകെ ഒരു 300 മീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ, 200 മീറ്റർ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. അത് ബസ് റൂട്ട് റോഡിൽ നിന്ന് വൈദൂരമുള്ളൂ. നോക്കി നിങ്ങൾ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നമുക്ക് പറയാം. നല്ല വിശാലമായ മുകൾ ഭാഗത്തൊക്കെ സീലിംഗ് ചെയ്ത് നല്ല രണ്ട് സെൻട്രൽ വരുന്ന ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ 2 ഭാഗത്ത് നമുക്ക് സ്വിച്ച് മോഡൽ കൊടുക്കുന്ന നല്ല വലിപ്പ് മോഡൽ ഫർണിച്ചർ അടക്കട്ടോ. ഈ സാധനം അടക്കം സെറ്റ് അടക്കം നമുക്കിങ്ങനെ ഇതാ കണ്ടോളൂ. എല്ലാം നോക്കിക്കൂടി അടിഭാഗത്ത് വലിപ്പും കാര്യങ്ങളും ഫുള്ള് സെറ്റാക്കി. പിന്നെ AC അടക്കം നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ അലമാര എഴുതുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത അലമാരകളാണ്. നല്ല ഡിസൈൻ മോഡൽ വരുന്ന അലമാരയാണ്. അത്യാവശ്യം നല്ലതിന്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിൽ വിശാലമായ ഒരു ബാത്റൂം തന്നെ ഇതിലുണ്ട്. മുകൾ ഭാഗം വരെ ഫുൾ മാർബോണൈറ്റ് അല്ല എന്താ വാട്ടർ ഓഫ് ചെയ്ത് മുകൾ ഭാഗം വരെ ഫുൾ ടൈല് ഇട്ടിട്ടുണ്ട്. പിന്നെ കമ്പനി അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന നല്ല ഒരു ക്ലോസറ്റ് ആണ്. പിന്നെ നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യങ്ങളും പല്ല് തേക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാത്തിനും റൂമിന്റെ ഡോറുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളിക്കുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇത് തന്നെയാണ്. പിന്നെ നേരെ ഇതിൽ നമുക്ക് ഇതിന്റെ നേരെ ഹാളിൽ നിന്ന് രണ്ടാമത്തെ റൂം വന്നപ്പോഴും അതും അതേമാതിരി വലുപ്പം തന്നെ
വിശാലമായ നല്ല വലുപ്പത്തിൽ മുകൾ ഭാഗം ഒക്കെ സീലിംഗ് ചെയ്ത് നല്ല ഡിസൈൻ മോഡലാണ്. ലൈറ്റിന്റെ കാര്യങ്ങൾ ഫിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡോറും പ്രത്യേകത ശ്രദ്ധിച്ചു. ഓരോ സാധനത്തിന്റെ മെറ്റീരിയൽ ശ്രദ്ധിച്ചോടിട്ടോ. കാരണം നിലമ്പൂർ ഹൃദയ ഭാഗത്താണ് ഇപ്പൊ ഞാനുള്ളത്. അലമാര ഫുള്ള് അതിന്റെ സെറ്റപ്പ് ചെയ്ത് നല്ല മോഡലാണ്. ഒക്കെ ലൈറ്റ് കളറാണ് ഉള്ളത്, മാർബിളായിട്ട് ഇട്ടിട്ടുള്ളത്. ഇതാണ് ബാത്റൂമിന്റെ ടോയ്ലറ്റിലേക്ക് പോകുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മുകൾ ഭാഗം വരെ ഫുൾ വാട്ടർ ഓഫ് ചെയ്ത് നല്ല വൃത്തിയാക്കിയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ തന്നെ എല്ലാ കമ്പനി ക്ലോസറ്റുകളാണ് ഫിറ്റ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് എല്ലാത്തിലും ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൈ കാണുന്ന സൗകര്യം, നമുക്ക് പല്ല് തേക്കാൻ രാവിലെ നമുക്ക് ഒരു ഇതാക്കണം. അപ്പൊ അങ്ങനെ 2 റൂം കണ്ട് എല്ലാത്തും ഭാഗം വന്ന് നോക്കിക്കൊണ്ട് ഫുള്ള് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഫുള്ള് 2 ഭാഗത്തും അതേമാതിരി സ്വിച്ചും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 റൂം കണ്ടു. മാവുണ്ട്, എൻ്റെ പ്ലാവ് അല്ലേ, ചക്ക നമുക്ക് വേണമെങ്കിൽ. അതേമാതിരി തേങ്ങ കയ്യോടെ പറിച്ചെടുക്കാൻ പറ്റിയ അതിൽ തേങ്ങ ഉണ്ട്. എല്ലാം റംബുട്ടാനുണ്ട്, പിന്നെ ഏകദേശം പേരക്കുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളും എല്ലാം ഉള്ള നല്ല അതിമനോഹരമായ ഈ വീടിന്റെ ചുറ്റുപാടും നല്ല ആളുകളും ആൾതാമസമുള്ള നല്ലൊരു ഏരിയ കൂടിയാണ്. അടിയിൽ ഓഫീസ് അടക്കം 3 റൂം, 2 റൂം കൂട്ടിയാൽ മതി. ഒന്നിപ്പോ നമ്മൾ ഫസ്റ്റ് കാണിച്ചു. നേരെ കിച്ചണിലേക്കാണ്. വിശാലമായ ആളുകൾക്ക്, സ്ത്രീകൾക്കൊക്കെ നമുക്ക് പാചകം ചെയ്യാനും ഇരിക്കാനും ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്പേസും, പിന്നെ മുകൾ ഭാഗത്തെ റാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. ഇത് പല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് റാക്ക് ചെയ്യാൻ വേണമെങ്കിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ഇതിന്റെ റാക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. തട്ടുകളെ കണ്ടുകൾ സെപ്പറേറ്റ് സ്ലാവ് വാർത്ത് പ്ലെയിൻ ആക്കി വെക്കുന്നുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് സീലിംഗ് ഒക്കെ ശ്രദ്ധിച്ചോളികൾ. ഇതിന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. അതേമാതിരി ഡോറുകൾ എല്ലാം ക്വാളിറ്റി മോഡൽ വരുന്ന ഡോറുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതേമാതിരി ആലുവ അടുപ്പ്, ഇതെന്താ പുറത്ത് ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ് തൊട്ടുമ്പോൾ തന്നെ നമുക്ക് സിങ്ക് കണ്ടോളി. നമ്മളെ വാഷ് കൈ കഴുകണ അല്ല, നമ്മൾക്ക് പാത്രം കഴുകാനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല പിന്നെ ടാപ്പുകളൊക്കെ സാറ്. പിന്നെ പുറം ഭാഗത്ത് വീടിന്റെ ബാക്ക് ഭാഗത്ത്, അതായത് വലത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തത്തെ ബാത്റൂം അങ്ങനെ പുറത്ത് കാണാനുള്ള ഇതുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള ഓപ്പൺ ഡോറ് ഇവിടുന്ന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം. ഇതിന്റെ റാക്കുകളൊക്കെ ശ്രദ്ധിച്ചോളി. മുകൾ ഭാഗം വരെ ഇതെന്തൊരു പ്രത്യേകത മുല്ലേ, ഒരു ആർച്ച് മോഡൽ ലൈറ്റ് നമുക്ക് കിച്ചണിലേക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഡിസൈനാണ് വീട്. നല്ല ഇന്റീരിയർ വർക്ക്, ഇതിന്റെ വർക്കുകൾ ഒരു വേറെ ലെവൽ തന്നെയാണ്. ഇനി മുകൾ ഭാഗത്തുണ്ട്. സ്റ്റെപ്പിൽ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് വിട്ടിട്ട് ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തടിയിലൂടെ തന്നെ നമ്മളെ സർഫുദ്ദീൻ വർക്ക് എടുക്കുന്ന വർക്കുകളാണ്. ഏകദേശം നല്ല ക്വാളിറ്റി വർക്ക്. ഇത് ഏതാണ് ക്ലാസ്? റഫൻ ക്ലാസ് അല്ലേ? അത്യാവശ്യമുള്ള ക്വാളിറ്റി. പെട്ടെന്ന് പൊട്ടുകയാണെങ്കിലും ഒന്നായിട്ട് പൊട്ടിച്ചാടൂല അല്ല, അങ്ങനത്തെ രൂപത്തിലുള്ള ക്ലാസ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ക്ലാസ് തന്നെ ഇട്ടിട്ടാണ്. പിന്നെ തടിയാണ് മുകൾ ഭാഗത്തൊക്കെ നല്ല സ്റ്റെപ്പുകളൊക്കെ ഫുൾ തടിയിലൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല മോഡലാണ്. പിന്നെ നേരെ മുകൾ ഭാഗത്തിലേക്ക് ഹാളിലേക്ക് ഞാൻ കയറി. ഹാളിലേക്ക് കയറിയതിന് മുന്നേ നിങ്ങൾക്ക് ലൈറ്റുകളൊക്കെ ഒന്നും ശ്രദ്ധിച്ചോളിട്ടോ. നല്ല വീട് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ലൊരു വീട് തന്നെ നമുക്ക് പറയുന്നത്. കയറി വരുമ്പോൾ 3ാമത്തെ റൂം, അതായത് താഴെ 2 റൂമുണ്ട്, മുകളിൽ 3ാമത്തെ റൂമിലേക്ക് നമ്മൾ കയറി. കണ്ടോ, ഇതിൽ കട്ടിലൊന്നും സാധനങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് കട്ടിലിടാനുള്ള സ്പേസിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഇത് നമുക്ക് കട്ടിലിടാനുള്ള സ്പേസ് ഇവിടെ ഉള്ളിൽ ഭാഗത്തുണ്ട്. പിന്നെ അതേമാതിരി മുകൾ ഭാഗത്തൊക്കെ സീലിംഗ് ചെയ്ത് നല്ല മോഡൽ നോക്കി നിങ്ങൾ ഫാനെന്ന് നോക്കിക്കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫാനാണ്. പിന്നെ അലമാര ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ ഒരു സ്ഥലം തന്നെ, നമുക്ക് ഒരു വീട് തന്നെ നമുക്ക് പറയാം. അതും മുകൾ ഭാഗത്തിൽ ഇത് 3/4 ഭാഗം വരെ ഏകദേശം ടൈലിട്ടിട്ടുണ്ട്. അടിഭാഗത്ത് നല്ല ക്ലിപ്പ് മോഡൽ വരുന്ന ഒരു ഇതാണ്. നല്ല സെറ്റായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ടവർ നോക്കിക്കൂടി. ഇതൊക്കെ ഉള്ള ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് ലോക്കൽ മാണെങ്കിൽ കൊടുക്കാം. അത്യാവശ്യം നല്ല സ്റ്റീലിൽ തന്നെ ക്വാളിറ്റി സ്റ്റീലിൽ ടവറാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഡോറും ഡിസൈൻ മോഡലാണ്. ഇതിന്റെ റൂമിന്റെ ഡോറ് ശ്രദ്ധിച്ചോളി, അത്യാവശ്യം നല്ലുണ്ട്. പിന്നെ ഫസ്റ്റ് 3 റൂം കണ്ട് ഇനി 4ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ റൂമിലേക്കും പോകുന്നത് ഇതിലും കട്ടിലല്ല, അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ ഫർണിച്ചർ സാധനം കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കണമെങ്കിൽ എല്ലാ സ്പേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മാതിരി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി എല്ലാത്തിനും 3 വലിപ്പുള്ള അലമാരകൾ കൊടുത്തിട്ടില്ലേ. നമുക്ക് മുഖം നോക്കണമെങ്കിൽ മിറർ ഇവിടെ തൊട്ട് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിപ്പ് മോഡലും ചികിർപ്പൊക്കെ നമുക്ക് ഇടണമെങ്കിലൊക്കെ. അങ്ങനെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇതിലെല്ലാത്തിനും ബാത്റൂം ഉണ്ട് അല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഉള്ള കാണുന്ന റൂമിലൊക്കെ ബാത്റൂം, ടോയ്ലറ്റ് ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. മുകൾ ഭാഗം വരെ പ്ലെയിൻ ഡിസൈൻ മോഡല് മാർബോണേറ്റ്, മുകൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് ആയാലും പിന്നെ അതേമാതിരി എല്ലായിടത്തിലും
നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ ഇതിൽ വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 റൂം ഇപ്പം നമ്മൾ കണ്ടു. ഈ വീട് 2900 സ്ക്വയർ ഫീറ്റിന്റെ വീട്. അതിന്റെ മുകൾ ഭാഗത്തിന്റെ തടി മോഡലാണ് ഡിസൈൻ ഹാളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒന്ന് കയറി നോക്കട്ടെ. ഇതെന്താണ്, ഓപ്പൺ ടെറസിലേക്കാണ് വരുന്നത്. നോക്കിങ്ങള്, വിശാലമായ നമുക്ക് എന്തെങ്കിലും ഒരു ജിമ്മിന്റെ മെഷീനുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇരിക്കണമെങ്കിലോ, ഇനി പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ നല്ല നോക്കിങ്ങള്, ഒരു ഫോറസ്റ്റ് ഏരിയകളോ ഒന്നുമില്ല, നല്ല അടിപൊളി അന്തരീക്ഷമുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്ഥലം തന്നെ നമുക്ക് പറയാം. വീടിന്റെ സൈഡ് ഭാഗത്ത് അടിഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ചില്ല, വെള്ളം നോക്കിക്കളി, നല്ല അടിപൊളി 9ന്റെ റിങ് വെച്ച് വാർത്ത റിങ് വെള്ളം, നല്ല അടിപൊളി വെള്ളമാണ്. അങ്ങനെ പാടല്ല, അതാണ് നിങ്ങളോട് പറയാം, കരഭൂമിയാണ്, വെള്ളം കയറുന്ന സ്ഥലമല്ല. അതൊക്കെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയുന്നത്. സ്കൂളായാൽ ഏകദേശം ഇവിടുന്ന് ആകെ 200 മീറ്ററുള്ളൂ സ്കൂളിലേക്ക്. പിന്നെ അമ്പലമായാലും അതും ഒക്കെ ഏകദേശം ഒരു കുറഞ്ഞ ഒരു 500 ഇതിന്റെ ഡിഫറൻസ് ഉള്ളൂ. പള്ളിയായാലും അമ്പലമായാലും ചർച്ചായാലും എല്ലാം ജാതിഭേദമില്ലാതെ എല്ലാവരും കൂടിച്ചേർന്ന നല്ല ഒരു എന്താ പറയുക നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മൾ പറയാം. ഇത് നമുക്ക് അല്ലേ വാഷ് മെഷീൻ വെക്കാനും അതേമാതിരി വെള്ളം പോകാനുള്ള പൈപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ടെറസിലേക്കാണ് ഇപ്പം ഞാൻ വന്നത്. ഓപ്പൺ ടെറസിൽ നിന്ന് നേരെ ഇത് എന്താ നോക്കാൻ വന്നത് ഇതിന്റെ പ്രത്യേക ഒരു ചെറിയ ഒരു ഓപ്പൺ, അതേമാതിരി ഫ്രണ്ട് ഭാഗത്തിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്ന് പുറം ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കിയ നല്ല കാഴ്ചയിൽ അതിന്റെ പ്രത്യേകത ആയിട്ട് ഒരു ഇടത് ഭാഗത്ത് കയറി വരുമ്പോൾ വലതു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ആയിട്ട് താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇത് ശ്രദ്ധിച്ചോളിട്ടോ, സാധാ ടൈൽസ് ഓടെന്ന് പറഞ്ഞ് നമ്മൾ അടിഭാഗത്തേക്ക് ചൂട് കൂടുതൽ പിടിക്കാത്ത രൂപത്തിൽ നല്ല അടിപൊളി വീതിയും വലുപ്പമുള്ള നല്ലൊരു ഓട് തന്നെ ഇതിന്മേൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഇതിന്റെ അടിഭാഗത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലൊക്കെ ഞാൻ അങ്ങനെ പോകും. ഞാനായതുകൊണ്ട് എല്ലായിടത്തും കൂടി അങ്ങനെ പോകാം. എവിടെ ഇവിടെ എത്തിയാണ് നോക്കിങ്ങള്, നല്ല സൂപ്പർ അന്തരീക്ഷമുള്ള നല്ല നല്ല വീടുകൾ, മാഷുകൾ, ബാങ്ക് ജോലിക്കാർ എല്ലാം തൊട്ടടുത്ത് നിൽക്കുന്ന നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പോൾ കാണിച്ചത്. അത് എവിടെയാണ്? നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മുത്തുമണികളെ നമ്മളെ PTS ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആരെങ്കിലും കാണാതെ പോകുന്നത് കേട്ടോ. ഇളം കാറ്റിങ്ങനെ നോക്കി നിങ്ങൾ മരമുഖ അതിമുഖം ഇങ്ങനെ നോക്കി കാറ്റടിക്കണ കണ്ടത്. എവിടെയെങ്കിലും ഈ കഠിനമായ ചൂടുള്ള സമയത്ത് കാറ്റടിച്ചിരുന്ന സ്ഥലം കണ്ടിട്ടുണ്ട്, അത് മലപ്പുറം ജില്ലയിലെ മുത്തുമണികൾ. വന്നോളൂ, എടുത്തോളൂ. നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഫർണിച്ചർ അടക്കം അടിഭാഗത്തൊക്കെ ഫുൾ ഫർണിച്ചർ കണ്ടിട്ടുണ്ട്. അങ്ങനെ സെറ്റ് 4 റൂം, 4 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെ സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 90 ലക്ഷം രൂപ. പിന്നെ കച്ചവടല്ലേ, ഇവിടെ തന്നെ ഇരുന്നോ, നമ്മൾക്ക് പുറത്ത് താഴെ എവിടെയെങ്കിലും ഇരുന്ന് കണ്ട് ഞമ്മക്കത് മുറിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് മുത്തുമണികളെ വിളിച്ചോളൂ. ഓക്കെ.